വിഷ്ണു കൊച്ചിക്കാരനാണ്. അപ്പൊ അതേ പെരേര പുതിയൊരു വീഡിയോ ഇറങ്ങാൻ പോവാണ് രേണുസുതി നായികയായിട്ട് അല്ലേ. എല്ലാവരും കളിയാക്കിക്കൊണ്ട് ഇപ്പൊ രേണുസുതി പേരായിട്ടല്ലേ തന്റെ കൂടെ ചെയ്യുന്നത്. ഇപ്പൊ ചെയ്യണത് ആ പേരെന്താണ്? പേര് സിനിമയുടെ തന്നെ ഒരു ഭാഗത്തിലായിരിക്കും വരുന്നത് രംഗം. അത് റീൽസ് ആണോ അല്ലെങ്കിൽ മറ്റേ ഇതാണ്? പുള്ളി മറ്റേ ടൈറ്റിൽ ഇട്ടിട്ടില്ല. ടൈറ്റിൽ ചിലപ്പോൾ ഇടുമായിരിക്കും. ആൽബം സോങ് ആയിട്ടായിരിക്കും. ആൽബം സോങ് ആണ്. പിന്നെ വേരിന്റെ കുറച്ച് ചിത്രീകരണം നടന്നത്. അത് താങ്കളുടെ മറ്റേ പേരായിട്ടാണോ രേണു ചേച്ചി? വേരില് ഒരു കോമ്പിനേഷൻ ഉണ്ട്. അത് സിനിമയാണ്. അത് ജൂൺ 27 തീയതി ആയിരിക്കും. അത് 27 തീയതി ആ ഒരു ജൂൺ ലാസ്റ്റ് വീക്ക്, ഡേറ്റ് കറക്റ്റ് അറിയില്ല, എന്നാലും ജൂൺ 27 തീയതിക്ക് ശേഷം ആ ഒരു ജൂൺ 20 അല്ലെങ്കിൽ 30 ആ ഒരു രീതിയിൽ റിലീസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഖത്തറിൽ വെച്ചാണ് റിലീസ്. അപ്പൊ എനിക്കും ചേച്ചിക്കും ടിക്കറ്റ് കിട്ടിയെന്നാണ് പറഞ്ഞത്. എന്തിനാണ്? ഖത്തറിലേക്കുള്ള. ഇവിടുത്തെ പുറത്തേക്ക് പോകാനല്ല. എത്രാം തീയതി? പുറത്തേക്ക് വെറുതെ പോകാനല്ല, പടം കണ്ടിട്ട് തിരിച്ചു പോരാ. ഈ സിനിമ തിയേറ്റർ മൂവിയാണ്. അപ്പൊ ഖത്തറിൽ മാത്രമേ ഉള്ളൂ. അതെന്താണ് ഇവിടെ റിലീസ് ചെയ്യാത്ത എന്താ കാര്യം എനിക്കറിയാം. അതിനെപ്പറ്റി അറിയില്ല. പക്ഷെ അതിനെപ്പറ്റി വിഷമിച്ചിട്ട് കാര്യമില്ല. നമ്മള് തിയേറ്ററിൽ കാണാൻ ആഗ്രഹിക്കുന്നു. യൂട്യൂബ് ഉണ്ടോ? യൂട്യൂബ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ അറിയിക്കുകയാണ്. താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ മൂവി വേളിലെ ചേട്ടന് വേണമെങ്കിൽ വരാം. ആർക്കാണ്? മറ്റേ ഹൈദരാലി സാറിന്. പുള്ളിയാണല്ലോ ഗൾഫ് പ്രോഗ്രാംസ് ഒക്കെ ഈ കവർ ചെയ്യുന്നത്. അപ്പൊ ആൾക്കാരൊക്കെ ഒന്ന് കവർ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അവരുടെ കണക്ഷൻ ഇപ്പൊ ഒരുപാട് ഓൺലൈൻ മീഡിയ ഒക്കെ ഗൾഫുമായിട്ട് കണക്ഷൻസ് ഉണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ ഖത്തറിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കവർ ചെയ്യാൻ ഞാൻ ഖത്തറിലേക്ക് ഉടൻ തന്നെ വരും. പേരെന്ന് പറഞ്ഞ സിനിമയുടെ ഒരു പ്രിവ്യൂ ഷോന് ഞാൻ വരും. അപ്പൊ കഴിഞ്ഞ ദിവസം എൻ്റെ ട്രെയിലർ ലോഞ്ചൊക്കെ ഖത്തറിൽ വെച്ചൊരു മാളിൽ വെച്ച് നടന്നു. ഞാനതിൻ്റെ വീഡിയോ ഒക്കെ കണ്ടു. കുഴപ്പമില്ല. ഒരു സീനിൽ എന്നെ ട്രെയിലറിൽ കാണിക്കുന്നുണ്ട്. സസ്പെൻസാണ്. കാരണം നമ്മൾ അതിൽ ഒരു ജസ്റ്റ് ഒരു ക്യാമിയോ അല്ല, ഒരു 3-4 സീനുണ്ട്. എങ്കിലും അതൊരു സസ്പെൻസ് നിറഞ്ഞൊരു സംഭവം ആയതുകൊണ്ട് അതെന്തായാലും തിയേറ്ററിൽ നിങ്ങൾ ഖത്തറിലെ ജനങ്ങൾ തിയേറ്ററിൽ വന്ന് പ്രിവ്യൂ ഷോന്റെ സമയത്ത് നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ടിക്കറ്റ് നമുക്ക് അവിടെ നിന്ന് സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അത് ഇപ്പൊ ചെയ്തത് ആൽബമാണ്. പിന്നെ ഇപ്പൊ പ്ലാനിങ് ഉണ്ട്. ഇപ്പൊ ഒരു പോലീസ് സ്റ്റോറി, കള്ളനും പോലീസും എന്ന് പറഞ്ഞൊരു സ്റ്റോറി ഇപ്പൊ ഞാൻ പ്ലാനിങ്ങിലുണ്ട്. അപ്പൊ അതിപ്പോ ജോ വാക്കർ കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോലീസോ കള്ളനോ എന്തെങ്കിലും റോള് ചെയ്യാം. അതൊരു അതില് എക്സ്ട്രാ ഒരു ആക്ടിവിറ്റി ആഡ് ചെയ്യുന്നത്, നമ്മൾ ഇതുവരെ കാർ ഓടിക്കാത്ത ഷോട്ടാണ് നിങ്ങൾ കണ്ടേക്കുന്നത്. ഇത് ബൊലേറോ അല്ലെങ്കിൽ ഒരു പോലീസ് ജീപ്പ് ഓടിക്കുന്ന രംഗം ഇതില് ഒരു ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എൻ്റെ കാർ ഡ്രൈവിങ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പോലീസും കള്ളനും എന്ന് പറഞ്ഞൊരു ആൽബം അല്ല, ഒരു ഷോർട്ട് ഫിലിം, വെബ് സീരീസ് 2 എപ്പിസോഡ് ഉണ്ടാവും. പിന്നെ ആശുപത്രി കിടക്കയിലെ ഡോക്ടറുടെ പ്രണയം എന്നൊരു ഷോർട്ട് ഫിലിം പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ എപ്പോഴും നമ്മൾ കോമാളിയാണെന്ന് പറയുന്നവർക്കൊരു തിരിച്ചടിയായിരിക്കും ഈ വരുന്ന ഷോർട്ട് ഫിലിംസ് ഒക്കെ. പക്ക സീരിയസ് ആയിട്ടുള്ള പെർഫോമിങ്സ് ആയിരിക്കും. ഒട്ടും കോമഡി ഇല്ലാണ്ട് ഗൗരവമേറിയ രംഗങ്ങൾ മാത്രമായിരിക്കും ഈ പോലീസ് സ്റ്റോറിയിലും പിന്നെ ഈ ആശുപത്രി കിടക്കയിലെ പ്രണയത്തിലും നിങ്ങൾ കാണാൻ പോകുന്നത്. കാരണം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോള് നമ്മൾ ചെയ്ത് വെച്ചാൽ ഭാവിയിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും സിനിമയിലും നമുക്ക് ഇതുപോലെ ഒരു ക്യാരക്ടർ തരാനൊരു പ്രചോദനം ഉണ്ടാവുകയുള്ളൂ. അല്ലാണ്ട് നമുക്ക് സിനിമ കിട്ടാൻ വേണ്ടി ചെയ്യുന്നതല്ല. സിനിമ കിട്ടിയാലും ഇല്ലെങ്കിലും നമ്മൾ ഷോർട്ട് ഫിലിം ചെയ്യുന്നു. പിന്നെ നമുക്ക് 1 മണിക്കൂർ 1.5 മണിക്കൂറിൻ്റെയൊക്കെ മൂവി OTTക്കും യൂട്യൂബിന് വേണ്ടി ചെയ്യണം. അതിൻ്റെ ആയിട്ടുള്ളൊരു ശ്രമം കൂടിയുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രൊഡക്ഷൻ രീതികളൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനത്തെ മൂവികളിലൊക്കെ തിരിയും. പിന്നെ ഇനിയുള്ള പ്ലാനിങ് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് പാരഡി പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാനും വിഷ്ണുവും കൂടി പാടുന്നുണ്ട് നമ്മുടെ ഡബിങ് സ്റ്റുഡിയോയിൽ പോയിട്ട്. കാരണം ഒരു പാട്ട് സൂപ്പർ ഹിറ്റ് ആയിരുന്നു. അതിന് 2 വരി പാടാം. ജിങ്കിൾ സുന്ദരിയോ ചന്ദനമണക്കുന്ന പൂ പോലെ കരിമീ അയകേ നിന്നെ ജിങ്കിൾ സുന്ദരിയോ. അപ്പൊ അതേപോലത്തെ പാട്ടൊക്കെ ഇനിയും വ്യത്യസ്തമായിട്ട് കോമഡി പശ്ചാത്തലമാക്കി റാപ്പ് ക്രിഞ്ച് സോങ്സ് ഒക്കെ ഞാനും വിഷ്ണുവും കൂടി പാടാൻ ശ്രമിക്കും. എനിക്ക് ഐഡിയാസ് ഉണ്ട്. പിന്നെ അത് എഴുതുന്നത് എൻ്റെ കുറച്ച് സുഹൃത്തുക്കളായിരിക്കും. എനിക്ക് ഐഡിയാസ് ആണല്ലോ. എനിക്ക് ഈ ഹാൻഡ് റൈറ്റിംഗ് നീറ്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാരന്മാരെ ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ ആദർശൊക്കെ എഴുതി തരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും അത് പുതിയൊരു അനുഭവമായിരിക്കും. കാരണം ഇനി
ഇനിയുള്ള ജൂൺ ജൂലൈ മാസം ജൂൺ മാസം ഒരു സോങ് ഷൂട്ട് ഉണ്ട്, പ്ലാൻ ചെയ്തിട്ടുണ്ട്. കാരണം കുറച്ച് പ്രോഗ്രാംസ് ചെയ്യുന്ന എനിക്ക് ഫണ്ട് വരാനുണ്ട്. ഫണ്ട് വന്ന ശേഷം മാത്രമേ അത് ചെയ്യുള്ളൂ. പിന്നെ യുദ്ധം എന്ന് പറഞ്ഞൊരു വാക്ക്, അതൊന്നും ഫണ്ട് ഇറക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് അലൻ ജോസ് പെരേര വീണ്ടും എത്തുന്നതായിരിക്കും. ഓക്കെ.